ഈ റൂൾ 3B എന്നതിന് ഒരു തരത്തിലും സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് വിലക്കുകയല്ല ചെയ്യുന്നത്. ആചാരപ്രകാരം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ പ്രായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആചാരപ്രകാരമുള്ള റെസ്ട്രിക്ഷൻസ് അത് പ്രസക്തമായി നിയമപരമായിട്ട് നിലനിൽക്കുമെന്ന് മാത്രമാണ് റൂൾ 3B പറയുന്നത്. അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാനുള്ള കാരണം സംസ്ഥാന സർക്കാരിന് എന്നാ പിന്നെ ചട്ടം അങ്ങ് ഭേദഗതി ചെയ്താൽ പോരായിരുന്നു? എന്തിനാ സുപ്രീം കോടതിയെ കൊണ്ട് ഇൻവാലിഡേറ്റ് ചെയ്യിപ്പിച്ചത്? അവർക്ക് അതിനുള്ള പൊളിറ്റിക്കൽ വിൽ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു ഉത്തരവ് വഴി അവർക്ക് അത് ഇൻവാലിഡേറ്റ് ചെയ്ത് സഭയുടെ തളത്തിൽ അത് വെക്കാമായിരുന്നുവല്ലോ. നേരിട്ട് ചെയ്യുവാൻ ധൈര്യം കാണിക്കാൻ കഴിയാഞ്ഞ ഒരു വിഷയം ഇതൊരു പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇത് സുപ്രീം കോടതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത വളരെ വ്യക്തമായിട്ടുള്ള നിലപാട്, ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് കൈക്കൊണ്ടുകൊണ്ട് ഈ ഹർജിക്കാർക്ക് അനുകൂലമായിട്ട്, ഈ ഹർജിക്കാരൊന്നും തന്നെ ശബരിമലയിൽ വന്നിട്ടുള്ളവരല്ല, ശബരിമലയെ കുറിച്ച് ഒന്നും അറിയുന്നവരുമല്ല. എങ്ങനെ ഈ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള, ഇപ്പോഴും നമുക്കറിയാം നോർത്ത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഈ ഭൂവിഭാഗത്തിൽ നിന്നും എത്ര പേര് ശബരിമലയിൽ വരുന്നുണ്ട്? ബോംബെയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. അവിടെ നിന്നാണ് ലിറ്റിഗൻസ് വന്നിട്ടുള്ളത്. ആ ലിറ്റിഗൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തത്. ശബരിമലയിൽ പ്രവേശനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിപ്ലവ മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ അവിടെ ചെന്ന് കയറുവാനും ക്യാമറകളുടെ സപ്പോർട്ടോടുകൂടി, ജേർണലിസ്റ്റുകളുടെ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള സപ്പോർട്ടോടുകൂടി നേരിട്ടും അല്ലാതെയും സ്ത്രീകളെ ശബരിമലയിലേക്ക്, ആക്ടിവിസ്റ്റുകളെ പറഞ്ഞുവിടാനും ഒക്കെയുള്ള ശ്രമം ഉണ്ടായതിനു പുറകിൽ വിശ്വാസമല്ല, അടിസ്ഥാനപരമായിട്ട് അത് അവിശ്വാസവും ശബരിമലയെ ഒരു രാഷ്ട്രീയ പ്ലേ ഗ്രൗണ്ടായിട്ട്, ഒരു പൊളിറ്റിക്കൽ പ്ലേ ഗ്രൗണ്ടായിട്ട് മാറ്റുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമവുമാണ്. കേരളത്തിലും ഇന്ത്യയുടെയും വിശ്വാസ മത നിയമ ചരിത്രത്തിൽ ശബരിമല വിഷയം പൊതുവെ അതിന്റെ ആഖ്യായികയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ള ക്ഷേത്രം എന്നുള്ളതാണ്. അത് ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയൊരു മാനിപ്പുലേഷനാണ്. കാരണം ഒരു സ്ത്രീ മെനിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ശബരിമല പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ആചാരം അങ്ങനെ നിഷേധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശബരിമലയിൽ അയ്യപ്പൻ അവസാനമായി പോയി ഇരുന്ന സ്ഥലമാണ്. അയ്യപ്പൻ ജീവനോടുകൂടി ഇപ്പോഴും അവിടെ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിശ്വാസമില്ല. മെനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്ക്ലൂഷനായിട്ട് ഒരു നറേറ്റീവ് ചമച്ചെടുത്ത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവായിട്ട് കേരളത്തിൽ അതൊരു വലിയ വിഷയമായിട്ട് ഉയർത്തി, ഇതുപോലെ ഒരു വിശ്വാസവും ഇല്ലാത്ത, ഈ വിശ്വാസത്തെ ഏറ്റവും ജുബുക്സാവഹമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളെ രാവിന്റെ മറവിൽ അവിടെ തള്ളിക്കയറ്റി അതിന് അനുബന്ധമായിട്ട് കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രസംഗങ്ങളും നടത്തി, പോരുവിളികളും നടത്തി, സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളവർ നടന്ന കാര്യം കേരളത്തിൽ മറക്കാൻ കഴിയില്ല.